എക്സ്പ്രഷൻ കൂടുതലാന്നാ ആരോ കമന്റ് ഇട്ട് ശരിയാ, ഞാൻ ഭയങ്കര ഒബ്സർവേഷനാ. ശരിയാ, ഓർക്കത്തിന് കാണിക്കുമ്പോ തന്നെ 1/2 കിലോ സബോള, 1/2 കിലോ ഇഞ്ചി. അയ്യോ കണ്ടാ ഞാൻ എത്ര സ്കിന്നി ആൻഡ് ഫ്ലെക്സിബിൾ. പറഞ്ഞ വഴിക്ക് ഈ മരവും നല്ല രസം. ആ മരത്തിന്റെ മുകളിൽ കിളിമന്റെ വാനാക്കാലും മരം പോലെ ഉണ്ടല്ലോ. ഗോൾഡെ ഓപ്പൺ യുവർ മൗത്ത്. ആ ഗുഡ് ഗേൾ. ഊമ്പി ഊമ്പി ഊമ്പി. ഇന്നലെ ഞാനും ഗോൾഡെ അടിച്ച് പിരിഞ്ച് ഗൈസ്. സമാധാനമായി ജീവിച്ചിരുന്ന ആൾക്കാരെ നിങ്ങൾ ഈ 2 എണ്ണക്കാരന്. ഹലോ ഗോൾഡെ, നീ ഉറങ്ങിയപ്പോഴെങ്കിലും? അമ്മേ ഞാനതെ അതെ, അത് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുഖം. ഞാൻ ഒരു തരി കണ്ണെൻ്റെ പോളടച്ചിട്ടില്ല. ഞാൻ അവിടേക്ക് ദേഷ്യം വന്നിട്ട് കമന്ന് കിടക്കുകയായിരുന്നു. നീ എനിട്ടിരുന്നിട്ട് പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. നീ അറ്റ്ലീസ്റ്റ് 2 മണി മുതൽ 4 മണി വരെ ഉറങ്ങി, 2 മണിക്കൂർ. എനിക്ക് രാത്രി ഫോൺ നോക്കിയിരിക്കാൻ കൊതിയായിട്ടാണല്ലോ. ഹലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയേ? അയ്യോ നീയല്ലടാ ഇത്? ആ തൃശ്ശൂർ ശക്തൻ്റെ അവിടെ ഒരു ആളുടെ ആരായിരുന്നു, അംബേദ്കറാന്ന് എനിക്ക് തോന്നണേ, ഒരു വിരലി ചൂണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. രാവിലെ എൻ്റെ 2 ആളും വിരലി കൊണ്ടു. സാരില്ലേ കൊണ്ട, ഇതൊക്കെ ശരിയാവും. നമുക്ക് നമ്മുടേതായ ഒരു ലോകം ഉറങ്ങാനൊക്കെ പറ്റും. എനിക്ക് വേണേ നമ്മൾ ഈ കുട്ടികൾ ഉണ്ടായിട്ട് ഇതേപോലെ ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ തോന്നുന്നു അല്ലേ? ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞിട്ട് 2 ദിവസമായി. ഇവർക്ക് മൂക്കടഞ്ഞിട്ടുണ്ട്, അതാണ്. വേറെ വലിയ സിക്കൊന്നുമില്ല, ചെറിയൊരു മൂക്കടപ്പുള്ളോ. കണ്ടാ മൂക്കടപ്പം എന്ന് പറഞ്ഞപ്പോൾ കണ്ട മൂക്കിൽ നിന്ന് മറ്റേ ഒരു ബേഡുണ്ട്, ട്വീ. അതിൻ്റെ കഴുത്തിൽ ഒരു വലിയ ഒരു സാധനമുണ്ട്, വെള്ളപ്പോള. ഉണ്ടേ നമുക്കുണ്ടല്ലോ. ഇവർക്കൊരു 40 വയസ്സാവണം. എന്തിനീ തുപ്പി നിറയ്ക്കണേ? നോ കാപ്പി വേണോ? തങ്കാർക്കെങ്കിലും താന്നാ. യസ്മേ കാപ്പി വേണോ? അമ്മേ കഫേ പോണോ? അത് കാപ്പി ഉണ്ടാക്കി തന്നു. വരും. നിനക്ക് കാപ്പി തരാം. കാപ്പി മൈക്ക് എടുത്താണല്ലോ, കിട്ടുന്നുണ്ട്. അവിടെ ഇരുന്നാ നീ മരിക്ക്. ഉള്ളേ 10 മണി അവിടെ കാപ്പി ഉണ്ടാക്കിയേറ്റ. നീ അടുത്ത ആഴ്ച പോവല്ലേ? ഓസ്ട്രേലിയ പോകുമ്പോൾ ഉറങ്ങിക്കോ. നീ ഓസ്ട്രേലിയ പോയിട്ട് വേണം എനിക്കൊന്ന് ഉറങ്ങാൻ. എന്തിനാ? നീ ഓസ്ട്രേലിയ പോയാൽ പിറുഗോനി 2:30 ഞാൻ ഈ മുറി കൊണ്ടിടും. എന്നിട്ട് ആ മുറിയിൽ ഞാൻ കിടന്നുറങ്ങിയിട്ട് ഡോറ് കൊടുത്തു. തായൊന്നുമില്ലേ? വൈകോട്ടെ, നമുക്ക് പോവാം. നീ ഞങ്ങൾ കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ അങ്ങനെ വന്നിട്ട് കൊണയടിച്ചിട്ടുണ്ടല്ലോ. 2 എണ്ണത്തിൻ്റെ കിട്ടും കേട്ടോ. മനസ്സിലായ ജോബ്? എൻ്റെ അപ്പനെ പേരെടുത്ത് വിളിക്കണം എനിക്ക് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. എന്താണെങ്കിലും നിന്നോട് അത് സാധിച്ചു. ഇവിടെ ഇരുന്നാ നല്ല തണുപ്പുണ്ട്. അമ്മ ഹീറ്റർ ഓൺ ആക്കി കേട്ടാ. നല്ല വെയിലുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് ഇന്ന് ഒരു കുടുംബമാകുമ്പോൾ രാത്രിയിൽ ഇവിടെ ഒരു 5 ആൾക്കാർ താമസിക്കുന്ന വീടാണ്. നമ്മളിവിടെ ഒക്കെ ബിസിയാണ്, എല്ലാവരും ജോലി ചെയ്യണവരാ, നീയും ഞാനടക്കാം. ഞങ്ങൾ ഇന്നലെ ഇവിടെ എടുത്തു വെച്ച കേട്ടോ. ഇത് മടക്കിയതാണ്. ഇത് മടക്കാനുള്ളത് പ്രിങ്ങോൻ്റെയാണ്. ഇത് നമ്മുടെ ബെഡ്ഷീറ്റ്. ഇത് ഇവിടെ 2 ലോഡ് തുണി ഇതിൻ്റെ അകത്തുണ്ട്. ഇത് എല്ലാ ദിവസവും തന്നെ ചെയ്യണേ. അല്ലാണ്ട് നീ തുണി എടുക്കുമ്പോഴേക്കും എൻ്റെ ഉള്ളിൽ നിന്ന് മടക്കാൻ പറ്റുമോ? എന്ത് ലോകം നിങ്ങൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതിക്ക് മനസ്സിലായി. നിനക്ക് ഇഷ്ടമില്ലാച്ചിട്ട് നാട്ടുകാർ കാണേണ്ട ഇതല്ലേ ലോകം ഇങ്ങനെയാ. അല്ലാണ്ട് രാവിലെ എണീക്കുമ്പോൾ കിങ്കാദർസിന്റെ വീടിൻ്റെ ഉള്ളിൽ തുണി മടക്കിയിരിക്കണ പോലെ ഇവിടെ വേലക്കാരൊന്നും ഇല്ല. പണി നമ്മൾ തന്നെ എടുക്കണം. വേണ്ടേ? നമ്മളെന്ന് ഉദ്ദേശിച്ചേ. അപ്പോഴേക്ക് ഗിൽറ്റ് അടിച്ച അവൾക്ക്. ഞാൻ കാപ്പി ഉണ്ടാക്കി തരാം. അതൊക്കെ ഞാൻ തന്നെ ചെയ്യണേ.
ഇങ്ങനെ നിൽക്കുന്നുള്ള മൊണാലിസ. ഞാൻ തന്നെ ഉണ്ടാക്കണം കാപ്പി. ഓ നിങ്ങൾക്ക് കാപ്പി ഉണ്ടാക്കാൻ കോപ്പറി ഉണ്ടോന്നേ ഞാൻ ഉണ്ടാക്കിയത്. അത് നിനക്ക് കാഫി കുടിക്കണം. വേറെ ഉണ്ടോ? ഇപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടോ നോക്കിയേ നാഗമ്മയ്ക്ക്. നാഗമ്മ മുടി കെട്ടിട്ട് ഇരിക്കണ്ട ഇവിടെ. ടൊട്ടോയ്യാ ഡാന്നാ കിലരി അച്ഛന് കിട്ടണെന്ന്. അയ്യോ ഹലോ. ഹലോ ഡേ. ഓ ഇതാ കട്ടിലും ഇരുന്നിട്ട് സൈഡിലിരുന്ന് കാട്ടി പറ്റില്ലേ? കരഞ്ഞിട്ട് ആൾക്കാരെ ഉപദ്രവിക്കുന്നത് എന്തിനാണ്? ചക്കളയം അടിക്കുന്നത് ഞങ്ങളെ. അതിനോട് ഞാൻ പറഞ്ഞില്ലേ ചങ്ങളെയൊക്കെ വളർത്തിണ്ടാക്കി ഇതുണ്ടാവുമെന്ന്. നിനക്ക് ചെറിയ വാടാ മുത്തേ, നീ വാടാ. അവളുടെ കൊണ്ടുപോയി അവള് കൊടുക്ക്. എസ്മയ്ക്ക് കൊടുക്കും ഒരെണ്ണം. എസ്മയ്ക്ക് കൊടുത്തു. ബാക്കിയുള്ളത് ഞാൻ തരാം. ഓ രണ്ടുപേരും ഒരുമിച്ച് കാണിച്ചു വിട്ടാ. എനിക്ക് ഇന്ന് നിൻ്റെ കൂടെ വീടിൻ്റെ ആ അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് കാപ്പി കുടിക്കണം. കഫേയിൽ രാവിലെ അല്ലേ? രാവിലെ ഞാനൊരു കാപ്പി. നിന്റെ രാവിലെ നിനക്ക് വേണ്ടി സ്പെഷ്യൽ രാവിലെ എഴുതുന്നുണ്ടോ? ആ സൈഡിൽ പോയിരുന്ന് എന്ത് പീസ്ഫുൾ ആയിട്ട് പോയിരുന്ന് കാപ്പി കുടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അവിടെ ഇരുന്നിട്ട് ഒരു പീസും ഇല്ല. നമ്മുടെ പീസായി ഒഴുകി. എല്ലാം ശരിയാവും അല്ലേ? മുഖ്യമന്ത്രി മാറിയ കാരണം എല്ലാം ശരിയാവുമായിരിക്കും. കണ്ടില്ലേ, രണ്ടാളും രണ്ട് തൂണ് പിടിച്ചിട്ടുണ്ട്. ഇതാ ഒരാൾ കൂടെ. മാമനൊന്നും ഇല്ല, മാമൻ വീട് മാറി പോയി ഇവിടുന്ന്. ആ മാമ കാനഡയ്ക്കും പോയി. ദേവികോ അവരുടെ ഞങ്ങളുടെ എന്നുള്ളതിന് അവരുടെ എന്നുള്ളത് അവരുടെ എന്ന് പറഞ്ഞു. കോഫി വിത്ത് cream. The one is a strong, very strong coffee. I need a strong coffee today. My head is spinning like anything. തൃശ്ശൂർ മറ്റേ കാവടി തിരിയണ പോലെ എൻ്റെ തല തിരിയണം. അതിൻ്റെ വായല ആ ചട്ടക്കെടുത്ത് തിരിക്കണുണ്ട്. കുറച്ചൊരു ഏറയ്ക്ക് എപ്പോഴും ഒരു സാധനം വായിലിട്ട് കടിക്കണം. എന്നാ എസ്മേ ഇപ്പം നോക്കിയോട്ടാ, ജസ്മിക്ക് കൊടുക്കണ്ട, അവൾ വന്നിട്ട് എടുക്കും. കണ്ട അവളുടെ വായിൽ ഒരു സിഗാറുണ്ട് ചെഗുവേരയുടെ. അറിഞ്ഞില്ലേ, നാട്ടിൽ തോറ്റ്. നീ എന്തിനത്ത് വലിച്ചോണ്ട് നടക്കണേ? ഒരു പൈസ താക്കിയട്ടെ, എന്നിട്ട് ചീത്ത വിളിക്കാം അടുത്ത ശനിയാഴ്ച. അതിനേക്ക് പിന്നെ മോടാ. എന്തൊരു പൂവർ ഇതാല്ലേ. മനുഷ്യന് കിടന്നുറങ്ങണ സമയത്ത് എല്ലാവർക്കും മൂക്കൊലിക്കണതും ഇതാക്കണതും. പകല് എണീക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. യുനോ അവർ ബോഡി ടെമ്പറേച്ചർ ഡ്രോപ്സ് when you sleep. Then it's all clogged up. They're one of the weakest animal kingdom in the world. Humans. വിൻഡ് പൈപ്പിൻ്റെ നീളം ഇത്ര. മൂക്ക് ഡെവലപ്പായിട്ടില്ല, തലച്ചോറ് ഡെവലപ്പായിട്ടില്ല, കരയുക, കയ്യിന് വലിപ്പില്ല, കാലിന് വലിപ്പില്ല, കുണ്ടിയില്ല, ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല, ഒരു കുന്തും ഇല്ല. ഒന്നും വലുതാവണില്ല ഇവരുടെ. ആ കുരങ്ങനെ എടുത്ത് നോക്കി വെക്കുക, അല്ലെങ്കിൽ ആനേനെ എടുത്ത് നോക്കി വെക്കുക. അവറ്റങ്ങളെ എനിക്ക് ജനിച്ച അപ്പം ഓടി കിടക്കുക. എന്തിനു പറഞ്ഞ ഒരു ജീവി അറ്റാക്കാൻ വന്ന പോലെ നമുക്ക് അറിയില്ല. ഇത് എണീക്കുക കരിയ അറ്റാക്ക് ചെയ്യണോ തിരിച്ച് പേടിപ്പിക്കണുണ്ടല്ലേ. ഞാൻ കുറ്റം പറയുള്ളൂ. എന്ത് എക്സ്പ്രഷൻ കൂടുതലാന്ന് ആരോ കമന്റ് ഇട്ടു. അതിനെ ശരിയാ, ഞാൻ ഭയങ്കര ഒബ്സർവേഷനാ. ശരിയാ, ഓർക്കത്തിന് നിൽക്കുമ്പോ തന്നെ ജഗതിയുടെ സ്ഥലം റീപ്ലേസ് ചെയ്യാനുള്ള എച്ച് അല്ല ഇർമ. പാട്ടുകാരി ഉണ്ട് ചിത്ര കൂടെ വരുന്നു. നിങ്ങൾ ജനിച്ചപ്പോൾ വിചാരിച്ച വീഡിയോ കണ്ടു എപ്പോഴാന്നാ. ചെറിയൊരു ചെരിവുണ്ട് ഇങ്ങനെ വരിക. മോഹൻലാല് KPSC എല്ലാം ഉണ്ട്. ഒപ്പം കാപ്പി വേണമായിരിക്കും മാഡത്തിന്. അവർ ഓൾമോസ്റ്റ് തിന്നുട്ടാ, തീറ്റ നിർത്തിയിട്ടില്ല. ഞാൻ എപ്പോഴും കാണിക്കുന്ന പോലെ ഇപ്പം ഇന്നിപ്പോൾ 3 ദിവസങ്ങൾക്ക് ശേഷം 2 കോഴിമുട്ട രാവിലെ പൊരിച്ചത് മൊത്തം അവർ തിന്നു. 2 reasons to pick it up. First, 9 o'clock. 2, they are hungry. So when they hungry, they eat. That's the good thing with the protein and the fat. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിച്ചുകൊണ്ടിരിക്കും കുറച്ചും കൂടെ.
എന്നിട്ടേ നിർത്തുള്ളൂ. അയ്യോ ഇത് മാത്രം ഇന്ന് വേണം ഇന്ന് കഴിക്കുന്നു, നാളെ വേണ്ട കഴിക്കണ്ട. ദാറ്റ്സ് ദ തിങ്, യു നോ. വി ഡോണ്ട് നീഡ് ടു ഫോഴ്സ് ദം ടു ഈറ്റ്. ദാറ്റ്സ് ദ ടേക്ക്. ദേ ആർ റിയലി ഹംഗ്രി. ചെയ്യാൻ കണ്ടില്ലേ, രണ്ടാൾക്കൊരു പ്രശ്നവുമില്ല. എന്റെ പൊന്നെ എടാ എയ്റ, നീ എന്തിനാടാ ഉപദ്രവിക്കണ അതിനെ? നിന്നെ കൊണ്ട് നീ ഒരു സാമൂഹിക ദ്രോഹിയാണ്. എങ്ങോട്ട് പോണേ? ഓ മുട്ട കൊടുക്കറേ. ആ ഗുഡ് മോർണിംഗ് മാം, ഹാഡ് എ ഗുഡ് സ്ലീപ്പ്. കാപ്പിൻ്റെ ആണോടാ? എസ്മേരെ മുണ്ടി പാത്രത്തിൽ വന്നിക്കുന്ന ഡ്രസ്സ്. അടുത്ത അടി ഉണ്ടാക്കാൻ എന്താ വകുപ്പ് നോക്കാൻ? പിന്നെ എല്ലാം നനക്ക് വേണം ഇവിടെ. അവിടെ തന്നെ അവിടെ കിടക്ക്. ഓ പാവേര മുകളിലേക്ക് വീണേ, അപ്പോഴേക്കും കരച്ചിലിൻ്റെ ഡ്രാമ ഇട്ടു. ആ ഞാൻ അമ്മേനെ ഉടുപ്പിൻ്റെ മുകളിൽ വെച്ച് വെച്ചോ. നിൽക്കാനും വയ്യ, അവൾക്ക് നിൽക്കാൻ വയ്യ, അവള് വീഴുക നമ്മൾ തന്നെ പറയാ. ഇവിടെ ശാസ്ത്രജ്ഞ എന്തോ കണ്ടുപിടിക്കുന്നുണ്ട് കെമിസ്ട്രി ലാബില്. കാപ്പി കുടിക്കുക. കപ്പിൽ നിന്ന് പാന ഇട്ടുകൊണ്ട് എന്തോ ഉണ്ടാക്കുന്ന എന്തുണ്ടാക്കണേ? റോക്കറ്റാണാ? ഇതൊക്കെ രണ്ടുപേരും സ്വയം വീഡിയോ കണ്ട് അർമാദിക്കുക. കരഞ്ഞിട്ട് അങ്ങോട്ട് പോയ ആൾക്കാരാട്ടാ ഉറങ്ങാനായിട്ട് എച്ചമുട്ടിരിക്കണക്ക്. ആ ശരിയാണല്ലോ. ആ ഗുഡ് ആണ് എച്ചമേ. രേയുടെ മുഖമൊക്കെ നോക്കിക്കോണ്ടേ, ശ്രദ്ധ നോക്ക്. ഓ നീ എവിടേക്കെങ്കിലും പോന്നു എച്ചമുട്ടെ. ഞങ്ങളോട് ടി വി വേണം, അപ്പോഴാണ് എൻ്റെ കളി. ഒരെണ്ണറ കണ്ണുണ്ട് ഇങ്ങനെ എയറിൽ പറക്കണത് കണ്ടിട്ടുണ്ടോ നീ? ഫ്ലൈയിങ് സ്ക്വയറിൽ അതേപോലെയാണ് എയർ ഡ്രസ്സും ഒക്കെ നിൽക്കണേ. ഇന്ന് നമുക്കൊരു ചെറിയൊരു ഊണ് മീല് പോലെ ഗോൾഡയ്ക്ക് ഇടയ്ക്ക് അങ്ങനെ കഴിക്കാൻ തോന്നുത്രേ. എനിക്കും അങ്ങനെ ഇഷ്ടമാട്ടാ, നമ്മളധികം ചെയ്യില്ല എന്ന് മാത്രം. ഞാൻ പച്ചപ്പയർ മേടിക്കാനാണ് പോയത്, പക്ഷെ അത് കിട്ടിയില്ല. അതിന് പകരം ബീൻസ് കിട്ടിയേ. സോ നമുക്ക് കുറച്ച് ബീൻസ് മെഴുക്കുവരട്ടി അല്ല തോരനുണ്ടാക്കാം. ഇതേ അപ്പം നമ്മുടെ തോരനുള്ള സാധനങ്ങൾ ഇവിടെ റെഡി ആക്കി വെച്ചപ്പോഴാണ് ഗോൾഡ് ഒരു പ്ലാനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വന്നിട്ട് ആക്ച്വലി മോരുകറി ഉണ്ടാക്കണം, ചോറ് റെഡി ആയിട്ടാ. ഗോൾഡേ ഇന്ന് ബിഗ് മീലാണേ. പപ്പടമില്ലല്ലോ ഇവിടെ? അപ്പളം ഉണ്ട് അല്ലേ? മറ്റേ നമ്മൾ മറ്റേ തൃശ്ശൂരിൽ നിന്നൊക്കെ ഇങ്ങനെ 5 ഉറുപ്പിക്കും പല കളറിൽ ഇങ്ങനെ വേണ സാധനത്തിൻ്റെ സാധനമില്ലേ, പൈപ്പ്, അത് കളഞ്ഞാ നീ? അതിനിടയിൽ നമ്മളൊന്ന് ജസ്റ്റ് പാർക്കിലേക്ക് കൊണ്ടുപോകണം. നല്ല വെയിലുണ്ട് പുറത്ത് ബേബീസിനെ. ലെറ്റ്സ് ഗോ. എന്താ സ്കൈ നോക്കിയേ, നല്ല ബ്ലൂ. ബോധം പോണവരെ ആട്ടിക്കോട്ടെ കൊണ്ടേ. ആ നമുക്ക് ഉറങ്ങണ കണ്ടീഷനിൽ വീട്ടിലെത്തിച്ചാൽ മതി. ആ ഞാൻ ഹാപ്പി. ഒരു മിനിറ്റ് ഇതിൻ്റെ ആട്ടൊന്ന് കാണട്ടെ. കാട്ടട്ടെ കേട്ടാ. അയ്യോ എസ്മേ കൊള്ളാലോ പരിപാടി. ഇതും എൻ്റെ ഗുഡ് ബാഡ് അഗ്ലിയില ആദ്യത്തെ ഷോട്ട് പോലെ ഉണ്ട്. മാം കിടക്കുകയാണോ? ആ നമ്മളതിനെ ഉന്താ. Is it cool, Aira? 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 ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്? ഛർദിക്കില്ലോ? വലിയ സന്തോഷമില്ല മുഖത്ത് കൊണ്ടേ. അപ്പുറത്തെ ഏറിയും അവളിരുന്ന് ആടുന്നത് കണ്ടിട്ടാണ്. ഇനിയിപ്പോൾ അവിടെ വല്ല മിഠായി കൊടുത്താലും എന്നെന്താ ഇവിടെ കെട്ടി തൂക്കിയിട്ടിട്ടില്ലെന്നാ? ആ തനിയെ ആടണ്ടേ, അവളാടിക്കോളൂ. എന്തത് ട്വിൻസ് അല്ലേ ഇവര്? ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോട്ടെ. 1 കിലോ സബോള, 1 കിലോ ഇഞ്ചി. അയ്യോ ചെറുത് മതിട്ടാ പിങ്ങാ. ഓ രണ്ടുപേരും കാലാട്ടുണ്ട്, കെട്ടി തൂക്കി ആട്ടണ പോലെ ഉണ്ട്. വിഷുവിന് എന്തോ ഒരു ഗെയിമും ഇല്ലട ഇങ്ങനത്തെ ചാക്ക് കെട്ടിച്ച് അടിക്കുന്നു. ഏർമ യു ലൈക്ക് ഫസ്റ്റ് ടൈം അല്ലേ ഒരു ഊഞ്ഞാലില്? ആ വീഡിയോ എടുത്ത് നന്നായി. ചേച്ചിയുടെ ഹരങ്ങൾ എല്ലായിടത്തും ഉണ്ട് പിന്നത്തിൽ. ഞാനിവിടെ ഇരിക്കാം. ആ പണ ഡിമാൻഡ് ഇങ്ങനെ നമ്മൾ കൂട്ടുക. ഞാൻ അത്തറിഞ്ഞുള്ള 70 കിലോ. ഇത് പൊട്ടണമെങ്കിൽ ആനക്കുട്ടി ഇരിക്കണോ? പേടിയായിട്ട് സേഫ്റ്റി മുഖ്യമ്പെങ്കിലേ.
ഇതിന്ന് പിന്നെ ഒരു കാരണവശാലും വീണു പോവില്ല കേട്ടോ ഗോൾഡേ. എടാ ഓക്കെയാണോ? കുണ്ടി അങ്ങനെ വേണ്ടെടുക്കണ്ട. ഇറുക്കിട്ട പോലെ ഉണ്ട്. ഇറുക്കി ഔ തൊപ്പി ജിഹി. ഞാൻ ചുമ എനിക്ക് കൂടി പരത്താൻ ജിഹി. പിന്നെ അവിടെ നിന്ന് കുഴലിനുള്ള കൂടെ വരണ്ടേ. ഏച്ചമുട്ട ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട്. വന്നാ വായോ. എൻ്റെ മടിയിൽ വെച്ചതിന് നീ മലന്ന് കിടന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് പോന്നോ? നീ വീണാലും കുഴപ്പമൊന്നുമില്ല. ആ അതെ. ഗുഡ് വൺ, ഗുഡ് വൺ. Now it's my turn. It's my turn now. Good one. രണ്ടുപേരും ഇപ്പോൾ കണ്ട തിരിച്ചറിയാണ്ട് തുടങ്ങിയിട്ടുണ്ട് കൊണ്ട്. ഞാൻ ആക്ച്വലി റൈറ്റ് സൈഡിൽ ഇവിടെ ഇരിക്കുന്നത് എച്ചമുട്ടനല്ല ഏറിയാന്ന് വിചാരിച്ച് അവള് ഫ്രണ്ടിൽ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏറിയാന്ന് വിചാരിച്ച്. ഏറാ ഇനി വിളിച്ചു നോക്കാം നമുക്ക് കേട്ടോ. ആ കംപ്ലീറ്റ് ആ പട്ടി തൂറിയതും നായ തൂറിയതൊക്കെ തിന്നോട്ടോ വായിലേക്ക് കിട്ടോ. നല്ല ഇമ്മ്യൂണിറ്റി കിട്ടട്ടെ. അല്ല അച്ഛമ്മ. ഓ അച്ഛമ്മ എന്തപ്പോൾ എന്നോട് പറയണേ? ബിഗ് മാമയാണ്, ബിഗ് മാമ ചേച്ചി. ചേച്ചിക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അനിയത്തിമാരും രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്. വായലൊരു കല്ല് പോകുമ്പോഴേക്കും ഓടി വരും. ചേച്ചീനൊന്ന് മൂഡ് ഓഫ് ആക്കാം. തുണി മടക്കി കഴിഞ്ഞാ വെച്ച് ഇവിടേക്ക് എടുക്കണം. ഇത് എവിടേക്ക്? പാർക്കിലേക്ക് ഇനി തുണി കൊണ്ടുവരണമെന്നാ ചോദിച്ചേ ഉണ്ണിമാമ. ഞങ്ങൾ കൊടുക്കണേന് താന്നാ പറയാട്ടാ. താ ഏറാ തരൂ കേട്ടാ. നോക്കിയോ താ. തന്നു. തായോ. താങ്ക് യു. താ അണ്ണാക്കലിക്കല്ല ഇതാണ്ട് നിമിഷം നേരം കൊണ്ട് വായിലേക്ക് വിടണേ. താ ഏറുമ്മ. താ ഏറുമ്മ. താ താ താ. താങ്ക് യു ഏറുമ്മ. എല്ലാം മാച്ചോളേ, എല്ലാം മാച്ചോളേ. ഓ എൻ്റെ പൊന്നെ അതങ്ങനെ തിന്നാണോ ഇനി? ഉണ്ടോന്ന് ഞാൻ തപ്പട്ടെ. ഇല്ല. എസ്മേ എങ്ങടാ? എസ്മേ പുതിയ മാച്ചിൽ പുറങ്ങൾ അന്വേഷിച്ച് പോകുന്നുണ്ട്. എസ്മേ വെയ് ഓഫ്. ഇല്ല നമ്മളതിനെ ആരെയും വേണ്ട, ഒറ്റയ്ക്ക് തന്നെ ജീവിതം നയിച്ച് പോവുകയാണ്. ഒരാൾ ഇവിടെ നിന്ന് നോക്കുന്നുണ്ടാ. ഡേ എങ്ങടെ? എനിക്ക് അങ്ങോട്ട് ഒരാളെ കഴിവില്ല കേട്ടാ. നോ ഈറ്റിംഗ്. നോ നോ നോ. നോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് തല ആട്ടുണ്ട്. നോ 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 നോ. ഫുള്ള് കല്ല് നിന്ന് തീർത്ത് കഴിഞ്ഞാൽ നാളേക്ക് വെച്ചിക്കില്ല കേട്ടാ. കുട്ടിക്ക് വേണ്ടേ കല്ല്? വേണ്ടേ സ്പിരിന? അതെ ഇത് എയർ കാണിച്ചു തരുന്നു. കാണിച്ചു കൊടുത്തേ എയറ കാണിച്ചു കൊടുത്തേ. കുട്ടി കാണിച്ചു തരും. കാണിച്ചു കൊടുത്ത ഏറാ. തുപ്പി. അതെ കണ്ട എയർ കാണിച്ചു തരാൻ പറഞ്ഞാൽ അതൊക്കെ ഇവള് കാണിച്ചു തരും. പക്ഷെ ഇവള് ഇടുമ്പോൾ ഇവള് കാണിച്ചു തരില്ല കേട്ടാ. ആ സ്കില്ല് എനിക്ക് പെട്ടെന്ന് നഷ്ടപ്പെടും. ബാപ്പുവാ ഞാനും മൃഗനോട് കയറിയിരിക്കവിടെ. കണ്ട ഞാൻ എത്ര സ്കിന്നി ആൻഡ് ഫ്ലെക്സിബിൾ. പറഞ്ഞ വഴിക്ക് രണ്ടു പേർക്കും ഇതേ ഇവിടെ നിറച്ച് റോസ്മേരി നിൽക്കുന്നുണ്ട്. കയ്യിൽ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മണമൊക്കെ ഒന്ന് പഠിക്കട്ടെ അല്ലേ? ഉള്ളേ ക്ലിപ്പാ. ബാക്കി വന്ന റോസ്മേരി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്യാം. കുക്കിങ്ങിന് ഉപയോഗിക്കാം. തീരാറായി ഇല്ലേ ഉള്ളേ? നല്ല വഴി. ആ റോഡും മറ്റേ വീടുകളും അതുപോലെ തന്നെ ബ്ലൂ സ്കൈയും പച്ച ഗ്രാസും കാണാൻ നല്ല ഭംഗിയുണ്ട് ഗോൾഡേ. അത് ഈ ക്യാമറയിൽ കാണാനും ഒരു വല്ലാത്തൊരഴകുണ്ട്.
പറഞ്ഞ വഴിക്ക് ഈ മരവും നല്ല രസം. ആ മരത്തിൻ്റെ മുകളിൽ കിളിമൻ്റെ വാനാക്കാലം മരം പോലെ ഉണ്ടല്ലോ ഇവളുടെ. ആ നീ ചെല്ലുമ്പോൾ ഈ കിളികളൊക്കെ പറന്നു പോയി. ഇതേ ഞാൻ തിരിച്ചെത്തി. നമ്മുടെ ബീൻസ് തോരൻ വെരി ഈസി. നിങ്ങൾക്കൊക്കെ അറിയാം ബീൻസ് തോരൻ ഉണ്ടാക്കാൻ. പക്ഷെ ഞാനൊരിക്കലും അമ്മ കുക്കറിലൊക്കെ വെച്ചിട്ടാണ് തോരനാക്കുക. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയുള്ളൂ. ഒരു 5 to 6 minutes. ഇന്ന് ലഞ്ച് ടൈം ഈസി സൂപ്പർബ് കസ്റ്റർഡ് അഗെയിൻ ഷുഗർ ആൻഡ് കസ്റ്റർഡ് ഇട്ടാ. ഇന്ന് നമ്മൾ ഓൾമോസ്റ്റ് 120 ഗ്രാംസിലേക്ക് 7 ഗ്രാം ഷുഗർ ആഡ് ചെയ്തിട്ട് ഇന്നൊരു വേറെ സംഭവമാണ്. ഗ്ലൂട്ടേനിയസ് റൈസും കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇവർ സ്കൂളിൽ കഴിക്കുന്നത് കുറച്ച് നമ്മുടെ ഈ കോൺഫ്ലോർ ആഡ് ചെയ്തിട്ടുള്ള അത് കാരണമാണെന്ന് അറിയില്ല. നല്ല തിക്കായിട്ടില്ലെങ്കിൽ ഇവർ കഴിക്കുന്നില്ല. സോ ഞാനിന്ന് കുറച്ച്, അതായത് ഒരു ലെസ് ദാൻ 3 grams ഓഫ് ഗ്ലൂട്ടേനിയസ് റൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടുഡേ ബ്യൂട്ടിഫുൾ ഷുഗർ Hlim blim blim, neo plia plia, open blio plia ha ha. അവൾക്കറിയാതെ സോറി ആ ഓപ്പൺ യുവർ മൗത്ത്. ആ ഗുഡ് ഗേൾ ഇർമ, ഗുഡ് ഗേൾ ഇർമ. ഓപ്പൺ യുവർ മൗത്ത്. ഗുഡ് ഗേൾ ഇസ്മേ. ഓ ടി വി ആണല്ലോ സഹിക്കാൻ പറ്റത്തില്ലേ. ലവ് ചെന്നൈയാണോ വോൾഫാണോ? നിങ്ങൾ 120 എന്ന് പറഞ്ഞാൽ 60 ഗ്രാമേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഇത് കഴിക്കാറാകുമ്പോഴേക്കും ഇവർ ഫുള്ളായി. കണ്ട ഇത്ര ബാക്കിയുണ്ട്. നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ് പ്രോട്ടീൻ, ഇനഫ് ഫാറ്റ്. ഓക്കെ, ടുഡേയ്സ് നമ്മുടെ ബീഫ്, നമ്മുടെ പ്രോട്ടീൻ ഇന്നലെ ഞാൻ വേവിച്ചിട്ട് ഇവിടെ തന്നെ വെച്ചാണ്. ഒലത്താനായിട്ട് എപ്പോഴും നമ്മൾ വേവിച്ചിട്ട് ഒന്ന് തണുത്ത് ഇതൊന്ന് തിരിച്ച് സെറ്റായതിന് ശേഷം, നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്, എനിക്കറിയാം, ചെയ്യണമായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. പിന്നെ ഞാൻ അധികം കറപ്പിക്കാറില്ല, കാരണം കറപ്പിക്കും തോറും ഡീഹൈഡ്രേറ്റ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ ഒലത്തുമ്പോൾ ഒരു സൂപ്പർ ഐഡിയ, ആഡ് സം കാരമലൈസ്ഡ് ഓണിയൻസ്. ദാറ്റ് ഗീവ്സ് ബിറ്റ് ഓഫ് എ കളർ ആൻഡ് സം സ്വീറ്റ്നെസ്. പിന്നെ കുറച്ച് മീറ്റ് മസാല, നമ്മൾ ഇന്നലെ പൊടിച്ചാതെ മീറ്റ് മസാലയാണ് കേട്ടോ, ഒരു തരിയും കൂടെ. സം ക്രഷ്ഡ് പെപ്പർ, അതാണ് മെയിനായിട്ട്. ഓഹാ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി വെരി സ്പൈസി. വി ഗോ. സോ ഇനി ഇത് കറുത്ത് വരണമെങ്കിൽ കുറച്ച് പോർഷൻ എടുക്കുക, വലിയ പാത്രം എടുക്കുക, കുറച്ചുകൂടി എണ്ണ ഒഴിക്കുക, ഹൈ ഫയറിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ യു ഗെറ്റ് ബ്ലാക്ക് വൺസ്. ഓക്കെ, സോ ഓൾവേസ് ലെസ് പോർഷൻ കറുപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് മോര് കാച്ചാം. കടുക്, ഉലുവ, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, സം തക്കാളി, സം ഉപ്പ്, ഒരു ലേശം മഞ്ഞൾപ്പൊടി. മിക്സ് ആൻഡ് ഓഫ്. തൈര്. ഓക്കെ, അപ്പം നമ്മുടെ കാച്ചിയ തൈര് റെഡി. മീശ മിണ്ടി അവർ കരയുന്നു. അവർ കരയട്ടെ, അവരിപ്പോൾ തിന്നിട്ട് കിടന്നല്ലോ. നിനക്ക് ഭക്ഷണം കഴിക്കേണ്ടതാ, നമുക്ക് മുറ്റത്ത് പോയിട്ടൊന്ന് കഴിക്കാം. ആറ്റങ്ങൾ കോഴികൾ നിൽക്കണ പോലെ സൈഡിൽ നിൽക്കട്ടെ. നിനക്ക് വേണ്ടി ഞാൻ എന്തുണ്ടാക്കി വെച്ചുള്ളത്, നിങ്ങൾക്ക് കാബേജ് തോരൻ, അല്ല സോറി ബീഫ് തോരൻ, ബീഫ് ഒലത്തിയത്. കണ്ട ആ മോൻ കണ്ട ഞാൻ പിന്നെ അത് തൈര് കാച്ചിയത്. ഇനി ആ അപ്പളം കൂടെ വർക്ക്. ഇത്രയും കൂടെ ഉള്ളൂ. ഇനി ഇത് സത്യമായി എത്ര വർഷമായിട്ടുണ്ട്? ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കട്ടെ. 2020. ഇത് ഇന്ന് മേടിച്ചതാ, കഴിഞ്ഞ വർഷമാണ് 2025. ഓക്കെ, അത് വർക്ക് എന്നാ. ഞാൻ അപ്പോഴേക്ക് ഇവിടുത്തെ പാത്രം എല്ലാം കഴിക്കട്ടെ ഗൈസ്. അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, നിനക്ക് എന്താ കുഴപ്പം? നോ ഡോണ്ട് ബി ലൈക്ക് ദാറ്റ്. ഒരു പപ്പടം മറക്കാൻ പോലെ അറിയില്ല. 10 തവണ അതിൽ മുക്കിയിട്ടാ. എന്താ 10 തവണ അവൾ ഇട്ട് നോക്കി, എണ്ണ ചൂടായോ എന്ന്. അതിൻ്റെ പൊന്തി വരാനുള്ള ശക്തി വരെ നഷ്ടപ്പെട്ടു. ചില കഴിവ് പോയ മറ്റേതിൻ്റെ പോലെ. അവളുടെ നാണം കെടുത്തിയതല്ല, അത് കേട്ട് വിശ്വസിക്കാൻ നോക്കട്ടെ ഇനി ഇത് പൊന്തോന്ന്. എടി അത് ചൂടായിട്ടില്ലേ മണ്ടങ്ങുണാക്കിയേ. എടി ആക്ച്വലി ഈ സാധനം വറക്കണമെങ്കിൽ നല്ല ചൂടുള്ള എണ്ണ വേണം.
നല്ല ചൂടുള്ളത് കരിക്കാൻ അവന് ഓയിൽ പുറത്തേക്ക് പോകും. ആകെ പേടി. നീ എങ്ങനെ എടുക്കണേ? ഇതന്നെ ഞാൻ പറഞ്ഞേ. തവി ഒരു കൈക്കോട്ട് എടുക്ക്. നീ ഒന്ന് മാറിക്ക. അവൻ്റെ വാർപ്പിന്റെ പണ്ടാരൻ്റെ കോൺസെൻട്രേഷൻ പൊടുന്നു. എന്നിട്ട് മറ്റേ തൈരിൽ മുക്കിയെടുത്തു അപ്പളം ഉണ്ടല്ലോ. അല്ല ഇത് എന്നിട്ട് ഗാർണിഷാണോ? ഗായ്സ് ലുക്ക് അറ്റ് ദിസ് ഗായ്സ്. മാറി കിടന്നു പണ്ടര കാലിന്റെ കോണയടി. അതെ ഞാൻ വേറെ അച്ഛമോനെ അവിടെ എന്താ പറ്റിയിട്ടുണ്ടാ? ഇത് കുറച്ചധികം ചോറ് വേണോ? അതോ എത്ര മതിയോ? ഒന്ന് കുറച്ച് മതിയോ? ഇതുണ്ടായിട്ട് ഓക്കെ. ഇന്ന് കുറച്ച് കഴിക്കാൻ സാറില്ലേ? ഓക്കെ. ഇനി നമ്മുടെ പ്രോട്ടീൻ പ്രോട്ടീൻ എത്ര വേണോ? ഇത് 200 കഷ്ടി ഉണ്ടാവുള്ളൂ. ഓക്കെ. നാവ് ഇട്ടിപ്പിട്ട് ഫോർ തോരൻ. ലുക്ക് ദിസ് തോരൻ. ഓക്കെ. സോറി ഇതാ എത്ര വേണോ? ഓക്കെ. തൈര്. പഴുത്ത തക്കാളി വേണം? പച്ചത്തക്കാളി? എനിക്ക് പച്ചത്തക്കാളി മതി. ആ സിനിമയിൽ മേലെപ്പറമ്പിലാണ് വീട്ടിൽ. ഇനി ഇതുവരെ മുക്കിയിട്ടേ നല്ല ഭംഗിയുണ്ട്. മുക്കി കഴിക്കാനുള്ള കേട്ടോ. എന്നാ എൻ്റെ മുത്തിന് മുത്തിന് മുന്നാടിയാണോടാ നീ കഴിക്കണം ഇപ്പൊ? ആണോടാ? അവിടെ ചെന്നിട്ട് കഴിച്ചാൽ മതിയാ? അവിടെ എൻ്റെ കുഞ്ചിട്ട് മണിയാണോ നീ? ഇവിടുന്ന് കഴിക്കണോ അവിടെ ചെന്നിട്ട് കഴിച്ചു? ഇനി എവിടേക്കാ പോണേ? പുറത്ത് വരുന്നു. ഞാൻ ക്യാമറ അവിടെ മുറ്റത്ത് കൊണ്ടുവയ്ക്കാൻ പോവാട്ടാ. വരന് കണ്ടിട്ട് തന്നെ സംശയമായിട്ടുണ്ട്. നിങ്ങളൊന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ലേ? ഡാടേ അല്ല അവരുടെ കഴിഞ്ഞല്ലോ. ആ കാര്യം കമ്പീൻ്റെ ഉള്ളിൽ ചെന്ന് പെട്ടെന്ന് നിൽക്കൂട്ടാ നിങ്ങൾ രണ്ടാളും. അതിൽ തുറന്നു. ഇറങ്ങി ഓടാണ്. അമ്മ വരനെ കണ്ടിട്ടില്ല ഏട്ടറേ? കണ്ടു, എസ്മ കണ്ടു. ആണാ? ഞാൻ ഇവിടെ കയറി ഇരിക്കാൻ പോവാ. എവിടെയാണെന്നറിയോ? ഈ ഗ്യാസ് കുറ്റിയുടെ മുകളിൽ. നീ ഗ്യാസ് കുറ്റിയുടെ മുകളിലല്ലേ പരമാവധി അതിന്റെ മുകളിൽ കയറി നിന്നാലേ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇത് കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് എനിക്ക് ഞാൻ വേണമെങ്കിൽ കിച്ചണിൽ നിന്ന് ഞാൻ സ്റ്റൂൾ എടുത്തിട്ട് വരാം. അല്ല ഞാൻ അവിടെ നിന്ന് നമ്മുടെ ഇത് എടുത്തു കൊണ്ടുവരാം. അവിടെ ഇരുന്നു ചിലപ്പോൾ ഒരു ഇടക്കുണ്ടി ഒരു പിടി പിടിക്കൂട്ടാ. അവസാനം അടിയിൽ നിൽക്കുന്ന പിള്ളേരെ തല്ല എനിക്ക് ചോപ്പിംഗ് ബോർഡ് മറിഞ്ഞു വീഴും. ഞാൻ വേണമെങ്കിൽ മറ്റേ സാധനം വേണ്ടേ? ഇറക്കി വേണ്ടേ? ഇറക്കി വേണ്ട. പ്ലാസ്റ്റിക് ഒന്ന് ജീവിച്ചോളാം. നല്ല ടേസ്റ്റ്. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാം. നല്ല ടേസ്റ്റ്. അവർ കഴിച്ചു കഴിയില്ല. അവർ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്ലേറ്റ് എടുത്ത് വെക്കണം അല്ലേ? നിങ്ങളുടെ ചോറ് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പൊല്ലൊന്ന് ജീവിച്ചോളാം. വീഗനാ. ചോറിൻ്റെ എന്താ പ്രത്യേകിച്ചാലേ ചോറ് അങ്ങോട്ട് വായിൽ വെച്ചാൽ ബീഫിൻ്റെ കൂട്ടത്തിലല്ലേ എന്തോ ഒരു സുഖം. നമ്മുടെ വീട്ടിൽ കുത്തെഴുതി വെച്ചിട്ട് എത്ര കാലമായി? എൻ്റെ ബീൻസ് മേക്ക് പറ്റി എങ്ങനെയുണ്ട്? ഞാൻ കണ്ട നിന്നേക്കുള്ള സ്റ്റെപ്പ് താഴെ ഇരിക്കണേ കണ്ട. അന്ത ബഹുമാനം എനിക്ക് എപ്പോഴും അവളുടെ അടുത്ത്. ചേച്ചിയുടെ പോലെ ഞാൻ ഉപദേശിക്കാനും അടിക്കാനും ഇവിടെ ആദ്യമുണ്ട്. എസ്മേ ചീത്ത പറയാൻ ഏറെ കഴിഞ്ഞിട്ടുള്ളോട്ടാ. അങ്ങോട്ട് എസ്മേ പോയേനെ ഇങ്ങോട്ട് പാടേന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുക. എൻ്റെ അപ്പൻ്റെ അതേ സ്വഭാവാ. ചീത്ത പറയാൻ അടിക്കാനും ആദ്യം ഉണ്ട്. അപ്പോഴേക്കും അടി കഴിഞ്ഞു വന്നാലും മുടി പിടിച്ചു വരും. വലി എൻ്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടാ. അവളിക്ക് തറവാട്ടിലെ സ്വഭാവം. ചീത്ത വിളിച്ചല്ല, ഞാൻ ആന്ന് പറഞ്ഞതാ. ഇവന്റെ രാപറച്ചിലുണ്ടല്ല പണ്ടരക്കലൻ. അമ്മേരെ ചെടി മുഴുവൻ അയ്യോ ഫുള്ള് പറിച്ചു. ഇവിടുന്ന് പോകുമ്പോഴാണ് എന്നോട് പറഞ്ഞിട്ടാ പോയോ? നോ അല്ലേ ഡാഡേ? നോ 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 എന്ന് പറഞ്ഞിട്ട് ആ ചെടിയുടെ അര കളഞ്ഞു. ചിക്കൻ കറി എടുത്ത് വെച്ചേ രണ്ടാൾക്കും കിട്ടാൻ വരെ എന്നിട്ടാ. നോ നോന്നൊക്കെ അറിയാം, അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. നോയാണെന്ന് അവിടെ എത്രയേക്കാളും മുന്നേ തീരുമാനിച്ചു. അത് നോയാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നൊക്കെ മനസ്സിലാക്കി. പക്ഷെ പറിച്ചിട്ടു, അത് വേറെ കാര്യം. ഇനി ആ കുഴിയിലേക്ക് പൊക്കോട്ടാ. അരച്ചെടി നിലത്ത് കിടക്കുന്നുണ്ട്. അച്ചമ്മക്കൊക്കെ അറിയാ അല്ല അച്ചമ്മ? ഡേക്ക് കുറച്ച് ചിപ്സ് കട്ടിറേ, നീ ഒറ്റയ്ക്ക് തിന്നാ എന്താ പറയാ? ഒരു പീസ് തുറക്കണേനെ. എനിക്ക് മനസ്സിലായി കഴിഞ്ഞു ഇത്രേ. ഒരു കഷ്ണം കൊടുക്ക്, ചെറിയ പീസ് കൊടുക്ക്. കട്ട് ചെയ്ത് കൊടുത്തോളാം, കടിക്കാറിയില്ല. ഓ കിട്ടാവുന്നതിൽ ഏറ്റവും ചെറുതാ അനിയത്തിയോടുള്ള സ്നേഹേ. ഒരു തരിവിനും കൊടുക്കാതെ ഓടി. ഡാടാ വൈകുന്നേരം നിങ്ങൾക്ക് വേറെ സാധനം തരാട്ടാ, ഞാൻ ചേച്ചിക്ക് കൊടുക്കില്ല കേട്ടാ. അടി കൊടുക്കറേ നോക്കണോക്കണ തരി കൊടുക്കറേനെ.
അത് പറഞ്ഞാൽ മുഴുവൻ നീ കഷ്ണാക്കി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ലേ? ആ അപ്പം അതിനെ കൊടുക്കില്ലേ? അത് നല്ല ചെന്നേക്ക കണ്ടാ. ഞാൻ അവറ്റങ്ങൾക്ക് വേറെ മേടിച്ചെടുക്കും. കണ്ടാ നീ വൈകുന്നേരം. ഇനി നീ വായിലിട്ട് കൊടുക്കണ്ട. അങ്ങനെ നിനക്ക് തരുന്നില്ല. നിനക്ക് ഇനി എന്ത് പറഞ്ഞാലും തരില്ല. ആ പഴയ പടത്തിലെ രതീഷിൻ്റെ പോലെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാപ്പി കളറും പാൻറ്റും ബൂട്ടും ഒക്കെ ഇട്ടിട്ട് കേട്ടിട്ട് അങ്ങനെ പിള്ളേരെ കൊണ്ട് ഞാൻ അടിപ്പിക്കും. ഞാൻ തോമനെ മക്കളെ കൊണ്ട്. എന്നപ്പോൾ ഒരു പവർ നാപ്പ് ഇട്ടെന്ന് കുറച്ച് ലോങ് പവർ നാപ്പ് എടുക്കാൻ പോവാണ്. വേറെ ഒന്നല്ല, നല്ല ടയർഡ്. ഇന്നലത്തെ ഉറക്കം ക്യാച്ചപ്പ് ചെയ്യണമെന്ന് ഞാനും കോൾഡ് എല്ലാവരും പവർ നാപ്പ് എടുക്കാനാണ് പോണേ. അല്ല കോൾഡേ? ആ ഉറങ്ങിയ ഒരാളുണ്ട് ഇവിടെ. അതെ, കുട്ടി പോയിട്ട് ടി വി കണ്ടോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തോട്ടോ. അമ്മ വന്നേ ഉറങ്ങുക. വന്നേ ഞാൻ ആരും ആളില്ല. പൊക്കോളെ, എല്ലാവരും പൊക്കോളെ, എല്ലാവരും പൊക്കോളെ. എന്നെ തല്ലിപ്പെടുത്താൻ വന്നാൽ കിട്ടൂടാ. പൊക്കോ. ഒരു പാട്ട് പഠിക്കാൻ പറ്റും. ജോണി ജോണി യെസ് പപ്പ eating sugar no papa telling lies no papa open your mouth open your mouth. മൈൻഡ് അപ്പ് സെഷൻ ഇന്ന് കുറച്ച് ഡിലേ കേട്ടാ. നമ്മൾ എക്സസൈസ് ചെയ്യായിരുന്നു. 6:45 ഇന്ന്. നമ്മൾ എക്സസൈസ് ജസ്റ്റ് ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ. ആൻഡ് ദേ ആർ ഈറ്റിംഗ്. നമ്മുടെ ഉച്ചക്കലത്തെ ബീഫ് കറി. ബീഫ് ഒന്ന് കഴുകി, നല്ല എരിവായിരുന്നു ബീഫ് കഴുകി. കുറച്ച് ചോറ്, കുറച്ച് തൈര്. ടെസ്റ്റർ നാവിൻ്റെ മുകളിൽ ആദ്യം ഒന്ന് ടെസ്റ്റർ അടിക്കും. കറണ്ട് കിട്ടുന്നുണ്ടോന്ന് തുപ്പി. ദാറ്റ്സ് ഓക്കെ. ലഞ്ച് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് യു ഹാഡ് ഇനഫ് eggs, so that is more than enough. If you don't want, that's okay, fine. What about you here? ഒരു വാ കഴിച്ചു. ഇനി കഴിച്ചായിരുന്നാ? ഒരു വാ കഴിച്ചു. ഈ മണമാഞ്ചി കാണിക്കുന്നുണ്ട്. സാരി ഇവിടുത്തെ അത് എല്ലാ ദിവസവും പുള്ളിക്കാരുടെ ആദ്യത്തെ ഒരു ട്രിപ്പ് ഇങ്ങനെ ഓടും. അമ്മ ഉരുട്ടി വെച്ച് തരാം. ഉരുട്ടി വെച്ച് കൊടുക്കുക. ഗുഡ് മോർണിംഗ് എസ്മേ. സ്വയം പര്യാപ്തത കൈപിടിച്ച ആൾക്കാരാട്ടാ. ബീഫ് ആകുമ്പോൾ ഉരുട്ടി കട്ട്ലേറ്റ് പോലെ കൊടുക്ക എളുപ്പമുണ്ട്. വലിച്ചെറിയും. 6 വീക്സിലോട്ട് പോകും അല്ലേ? Good girl, Esme. Paki, Esme. Good eating, Esme. Just need to eat 4. That's it. 4 ulla. There's plenty iron for you. Plenty protein. Good eating, Esme. Okay. കുഷ്മുന് എന്താ വേണ്ട ഡിന്നർ കഴിക്കാൻ? എനിക്ക് സത്യം പറഞ്ഞാൽ വേണമെന്നില്ല. കഴിക്കാതിരുന്നോ? പക്ഷെ അപ്പൊ നാളെ രാവിലെ ഹംഗ്രി ആവും. But that's okay. നിനക്ക് വേണ്ടേ? ഇപ്പൊ ചില ദിവസം രാവിലെ നീ എന്താ ബ്ലോട്ടായാ ഉച്ചയ്ക്ക് കഴിച്ചിട്ട്? ബ്ലോട്ടായിരിക്കും. ബീൻസ് എൻ്റെ ആ സാധനം കഴിച്ചില്ലേ? അപ്പളം ബ്ലോട്ട്സ്. അത് തിന്ന് തീർത്ത് തിങ്ങും. രണ്ടാളും വന്ന് കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഇന്ന് രാത്രി കിലരി കൊടുക്ക അവൾക്ക്. ഏറാ ഡോണ്ട് ഡു ദാറ്റ്. അയ്യോ എൻ്റെ കണ്ണ് കാണാൻ പറ്റണില്ല കേട്ടോ എനിക്ക്. ആരെയാ നോക്കണേ? അല്ല എല്ലാവരും കൂടി ഉണ്ടോന്ന് അറിയാനാ. പിങ്ങോടെ പോയി. അതിന് വേണ്ടെന്നുണ്ട്. അതിന് വേണ്ട. ഇതെന്തത് ഫ്ലാഷ് കളിക്കണ്ടല്ലോ. ഞങ്ങളുടെ ഡിന്നർ എല്ലാം കഴിഞ്ഞു കേട്ടാ. ഇന്ന് ഞങ്ങൾ വെറൈറ്റിക്ക് തൃശ്ശൂർ ഇങ്ങനെ രാത്രിയിൽ ഈ ബഹളം ഒരു തൃശ്ശൂർ സ്ലാങ് ഉണ്ട്. കൊണ്ടേ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ബൈ പറയാം. ബൈ പറയാന്നാ. കമാൺ. ഓക്കെ, നിങ്ങളൊക്കെ ടയർഡായി. ഇതാണെങ്കിൽ മനസ്സിലായി കേട്ടാ. ഓക്കെ, ഡിന്നർ കഴിഞ്ഞു വന്ന് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച സെയിം ഡിന്നർ തന്നെയാണ് കഴിച്ചത്. അങ്ങോട്ട് നോക്കിയേ. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ പുപ്പാ. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ പുപ്പാ. നാവ് പുറത്തേക്ക് നിന്നിട്ടുണ്ട്. വെരി ടയർഡ്. That's okay. We go. Bye.